സപ്തതാള അലങ്കാരങ്ങളിൽ അവസാനത്തത് ഏഴാമത്തേതായ ഖണ്ഡജാതി അടതാളം. അടതാളത്തിൽ ക്രമത്തിൽ 2 ലഘുവും 2 ധൃതവുമാണ് ഉള്ളത്. ലഘുവിന് ഖണ്ഡജാതി 5 അക്ഷരം ആയതുകൊണ്ട് 5 അക്ഷരം വരുന്ന ലഘു, പിന്നെ ഒരു 5 അക്ഷരം വരുന്ന ലഘു കഴിഞ്ഞതിന് ശേഷം 2 ധൃതം ഖണ്ഡജാതി 1, 2, 3, 4, 5 ഇങ്ങനെ തന്നെ ഒരു ലഘുവും കൂടി 1, 2, 3, 4, 5 പിന്നെ 2 ധൃതം 1, 2, 1, 2. ഇതാണ് ഖണ്ഡജാതി അടതാളം. ഈ താളത്തിൽ ലഘുവിൽ വരുന്ന 5 അക്ഷരങ്ങളിൽ ആദ്യത്തെ 3 അക്ഷരം മാറി മാറി വരും. എന്ന് വെച്ചാൽ ആദ്യത്തെ അക്ഷരം സ ആണെങ്കിൽ രണ്ടാമത്തേത് റി ദീർഘമായിട്ട് വരും. അടുത്ത ലഘുവിൽ ആദ്യം ദീർഘം സാക്ക് വരും, പിന്നെ റി ഒരു അക്ഷരമായിട്ട് വരും. നമുക്കതെങ്ങനെയെന്ന് നോക്കാം. സ രി ഗ സ രി ഗ മ മ. ഒരു ദീർഘം വരുമ്പോൾ 2 അക്ഷരക്കാലം കറക്റ്റായിട്ട് പോണതിലാണ് ഈ താളം പഠിക്കുന്നതിൽ ഏറ്റവും വലിയ നമുക്ക് ഉപയോഗപ്പെടുന്ന ഒരു കാര്യം. അതായത് ദീർഘം വരുമ്പോൾ 2 അക്ഷരക്കാലം വരണം. എവിടേക്ക് ദീർഘം വരുന്നു, ഏത് രീതികളിലാണ് ഈ ദീർഘം മാറി മാറി വരുന്നത് എന്നുള്ളതാണ് ഖണ്ഡജാതി അടതാളം പഠിക്കുമ്പോൾ. ഒന്നുകൂടി പറയാം. സ രി ഗ സ രി ഗ മ മ രി ഗ മ രി ഗ മ പ പ. ഇതിൻ്റെ രണ്ടാം കാലം 5ഉം 5ഉം 2ഉം 2ഉം എന്നുള്ളത് 10ഉം 10ഉം 4ഉം 4ഉം മൊത്തം 24 അക്ഷരം അല്ലെങ്കിൽ 28 അക്ഷരമായിട്ട് വരും. ഒന്നാം കാലത്തിൽ 14 അക്ഷരവും രണ്ടാം കാലത്തിൽ 28 അക്ഷരവും. ഖണ്ഡജാതി അടതാളം 2 കാലം.
ഇതോടുകൂടി സപ്തതാള അലങ്കാരങ്ങൾ എന്നുള്ള പാഠം കഴിഞ്ഞു. അഭ്യാസ ഗാനങ്ങളിൽ ആദ്യം സരളി വരിശ, രണ്ടാമത് ജണ്ട വരിശ, മൂന്നാമത്തെ മധ്യസ്ഥായി വരിശ കഴിഞ്ഞതിന് ശേഷം സപ്തതാള അലങ്കാരങ്ങളാണ്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത പാഠം ഗീതങ്ങളാണ്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം.